പശ്ചിമ ബംഗാളിലേക്കൊന്ന് നോക്കിയാൽ ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. ഗവർണർ സി.വി. ആനന്ദ ബോസിന്റെ ജനസമ്മതിയുടെ ഗ്രാഫ് ഉയരുന്ന ഒരു സംഗതി. ഇപ്പോൾ ബംഗാളിലെ ബോസ് വിരുദ്ധരുടെ ചർച്ചാ വിഷയം സന്ദേശ് ഖാലിയും കുച്ച് ബെഹാറും അടക്കം ഗുണ്ടായിസവും രാഷ്ട്രീയ സംഘർഷങ്ങളും അടിക്കടി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഗവർണറുടെ ആ ഒരു വേറിട്ട ശൈലിയും ആരെയും കൂസാതുള്ള നടപടികളും. ഇതൊക്കെ നേതാക്കളെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കുറ്റപ്പെടുത്താതെയും അതേസമയം ഇടം വലം നോക്കാതെ ഭരണഘടനാ അനുസൃതമായ നടപടികൾ സ്വീകരിച്ചും പ്രവചനാതീതമായ ഇടപെടലുകളിലൂടെ ജനകീയ അംഗീകാരം നേടിയ ആനന്ദ ബോസ് ബംഗാളിലെ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായതും നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഗവർണറെ പൊതുവേദികളിലും മാധ്യമങ്ങളിലും നിരന്തരം വിമർശിച്ചിരുന്ന തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് അടക്കമുള്ളവർക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിലെ ചർച്ചയിൽ അദ്ദേഹത്തെ പ്രശംസിക്കേണ്ടി വന്നതും ശ്രദ്ധേയമാണ്. ബംഗാളിൽ ആക്രമത്തിനും അഴിമതിക്കുമെതിരെ സീറോ ടോളറൻസ് നയം ആവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ ആനന്ദ ബോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആക്രമത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സീറോ ടോളറൻസ് നയം ആവർത്തിച്ച് ഗവർണർ സി.വി. ആനന്ദ ബോസ് രാജ്ഭവനിൽ പീസ് റൂമും ലോക്സഭാ പോർട്ടലും സജ്ജീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭരണകക്ഷി തുറന്ന പോരിനിറങ്ങിയതോടെയാണ് ഗവർണർ തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. ഗവർണർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നു എന്നും രാജ്ഭവനിൽ സമാന്തര സംവിധാനം ഏർപ്പെടുത്തുന്നു എന്നും ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കഴിഞ്ഞ ദിവസം ഒരു പരാതി പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കുച്ച് ബെഹാറിൽ ആക്രമം പൊട്ടിപ്പുറപ്പെട്ടു. ഈ സ്ഥലം സന്ദർശിച്ച ഗവർണർ അവിടെ വെച്ചാണ് രാജ്ഭവനിലെ പോർട്ടൽ പീസ് റൂം സജ്ജീകരണം പബ്ലിക്കിനോട് പ്രഖ്യാപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം മനസ്സിലാക്കിയ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഗവർണറുടെ പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു എങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ അത് പ്രകോപിപ്പിക്കുകയായിരുന്നു. രാജ്ഭവന്റെ ലോക്സഭാ പോർട്ടൽ തുറന്ന ഉടൻ അയച്ചു കിട്ടിയ ഗുണ്ടാ ലിസ്റ്റും മറ്റു സുപ്രധാന വിവരങ്ങളും നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രക്രിയയിലും താൻ ഇടപെടില്ല എന്നും എന്നാൽ അക്രമങ്ങൾക്കും പൗരാവകാശ നിഷേധങ്ങൾക്കും അഴിമതിക്കുമെതിരെ ഭരണഘടനാ അനുസൃതമായ ഇടപെടൽ നടത്തുന്നത് വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്നും കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ ഗവർണർ ആനന്ദ ബോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവർണർ ഉൾപ്പെടെ ഏതൊരു ഉദ്യോഗസ്ഥനും കൈക്കൊള്ളുന്ന ഏത് നടപടിക്ക് എതിരെയും പരാതിപ്പെടാൻ ഏതൊരു പൗരനും രാഷ്ട്രീയ പാർട്ടിക്കും അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപ്രകാരം പീസ് റൂമിലും പോർട്ടലിലും ലഭിക്കുന്ന പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾക്കും കൈമാറി നടപടി ഉറപ്പുവരുത്തുകയാണ് രാജ്ഭവൻ ചെയ്യുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാജ്ഭവനിൽ ഗവർണറുടെ ഈ ആശയം പ്രാവർത്തികമാക്കിയത്. ആയിരക്കണക്കിന് പരാതികളാണ് ഫോൺ, ഇമെയിൽ, പീസ് റൂം സംവിധാനങ്ങൾ മുഖേന രാജ്ഭവനിൽ എത്തിയത്. അവയ്ക്ക് അടിയന്തര പരിഹാരം ഉറപ്പുവരുത്തുന്നതിന് OSDയുടെ മേൽനോട്ടത്തിൽ സംവിധാനവും ഉണ്ടായിരുന്നു. അത് വലിയൊരു മാറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. ഇത് മാധ്യമങ്ങളും സ്വതന്ത്ര നിരീക്ഷകരും സമ്മതിച്ചതാണ്. ജനങ്ങളുടെ പരാതി കേൾക്കുന്നതും പരിഹാരം കാണുന്നതും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നതായി വ്യാഖ്യാനിക്കുന്നത് വിചിത്രമായ നിർവചനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർക്കും സമ്മതിദായകർക്കും കൂടുതൽ ആത്മവിശ്വാസവും സുരക്ഷിത ബോധവും സൃഷ്ടിക്കാൻ ഇത് സഹായകമായി എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവം ഗവർണർ കൂട്ടിച്ചേർത്തു. മാധ്യമ പ്രവർത്തകർക്ക് പോലും അപ്രാപ്യമായിരുന്ന ഒരിടമാണ് സന്ദേശ് ഖാലിൽ ഗവർണർ ആനന്ദ ബോസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ആ പ്രശ്നം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദേശീയ നേതാക്കളെയും മനുഷ്യാവകാശ വനിതാ ബാലാവകാശ കമ്മീഷനുകളെയും അവിടേക്ക് എത്തിച്ചതും. പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ വരെ തിരിച്ചറിഞ്ഞ ഈ G ഫാക്ടർ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന് ഭയപ്പെടുന്ന നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഗവർണർക്കെതിരെ ജനരോഷം സൃഷ്ടിക്കാനും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുമുള്ള വൃഥാശ്രമത്തിലാണ്. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പാഴായി പോവുകയുള്ളൂ. എപ്പോഴും ഗവർണർ ശ്രീ സി.വി. ആനന്ദ ബോസ് നേരിന്റെ പക്ഷത്താണ്. എന്താണ് താൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ തന്റെ സേവനം ആവശ്യമായ ജനസമൂഹത്തിനിടയിൽ വേണ്ടത് എന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് നാളിതുവരെ ശ്രീ സി.വി. ആനന്ദ ബോസ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.